കോൺഗ്രസിൽ വീണ്ടും അടിപിടി തുടങ്ങിയിരിക്കുകയാണ്. എന്തിനായിരിക്കും അടിപിടി എന്ന് ആലോചിക്കണ്ടാവില്ലേ? സ്ഥാനമാനങ്ങൾക്ക് തന്നെ ഇത്തവണ ചെറിയ കളിയൊന്നുമില്ല കേട്ടോ. ലക്ഷ്യം മുഖ്യമന്ത്രി കസേരയാണ്. കൂരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് തലപൊക്കി തലവന്മാർ. അപ്പൊ കഥ തുടങ്ങാണ്. ഒരു സൈഡില് രമേശ് ചെന്നിത്തല, മറ്റേ സൈഡില് വി.ഡി. സതീശൻ. ഇതിലാരായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി? ഒരു മിനിറ്റ്, അടി തുടങ്ങല്ലേ. ഇതില് ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് ലീഗിന് എന്തുട്ടാ പറയാനുള്ളത്? ഞങ്ങൾക്ക് ആര് മുഖ്യമന്ത്രിയാകണം എന്ന തർക്കത്തിന് എന്ന ചിന്തക്കപ്പുറത്ത് ഭൂരിപക്ഷം കിട്ടണം എന്ന ചിന്തയിലാണ് ഞങ്ങളുള്ളത്. സോറി, ലീഗിന്റെ ചിന്ത അങ്ങനെയാണെങ്കിലും കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറച്ചു കൂടുതലാണ് കേട്ടാ. ഒളിഞ്ഞും തെളിഞ്ഞും പലരും അത് പല രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും ആരും മുഖ്യമന്ത്രിമാരല്ല. ആദ്യം ഭൂരിപക്ഷം കിട്ടണം, രണ്ടാമത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. മുരളീധരേട്ടാ, നിങ്ങളൊക്കെ നിഷ്കളങ്കായ ഹൈക്കമാൻഡിന്റെ തീരുമാനം കാത്തിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ വേറെ ചിലരുടെ മനസ്സിൽ ഇതൊന്നുമില്ല. ബിക്കോസ് സ്ക്രീനിലേക്ക് വേറൊരാൾ രംഗപ്രവേശനം ചെയ്തതോടെ കഥയാകെ മാറി ഗൈസ്. ആരാണ് അയാൾ? അദ്ദേഹത്തിന് ഇപ്പൊ സ്വയം മനസ്സിലായി കാണും. തന്റെ നാക്ക് വഴിയും അഹങ്കാരത്തിന്റെ ആൾരൂപമായി നിന്നുകൊണ്ട് ആരോടും എന്തും പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ശൈലി കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ശൈലിയല്ല. അഹങ്കാരത്തിന്റെ ആൾരൂപോ? വെള്ളാപ്പള്ളി സാർ ഇങ്ങനൊന്നും പറഞ്ഞൂടാട്ടാ. സതീശേട്ടന് എന്തുണ്ട് ഒരു കുറവ്? KPCC പ്രസിഡന്റിനെ പേടിപ്പിച്ച് കണ്ണുരുട്ടി വരച്ച വരയിൽ നിർത്തിച്ചില്ലേ? സ്വന്തം കോക്കസ് ഉണ്ടാക്കി ഏകാധിപതിയെ പോലെ പെരുമാറിയില്ലേ? മുതിർന്ന നേതാക്കളെ അവഗണിച്ച് മൂലക്കിരുത്തിയില്ലേ? അങ്ങനെ എന്തെല്ലാം കഴിവുകളുണ്ട് സതീശേട്ടന്. ഇദ്ദേഹത്തെ കുറിച്ചുള്ള ദാഢ്യവും അഹങ്കാരത്തോടുള്ള പ്രസ്താവനകളും പറച്ചിലുകളും ഇവിടുത്തെ ബഹുജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് വയ്യെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ നല്ലത് തന്നെ. കോൺഗ്രസ് തന്നെ നശിപ്പിക്കാനല്ലേ ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ സ്വയം പ്രമാണിയാകാൻ ശ്രമിക്കുമ്പോൾ സ്വയം പ്രാണിയായി മാറുകയാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അങ്ങനെ വി.ഡി. സതീശനെ ഒറ്റ ദിവസം കൊണ്ട് നിലം പരിശാക്കി വെള്ളാപ്പള്ളി സാറിന്റെ മാസ് എൻട്രി. പക്ഷെ വെള്ളാപ്പള്ളി സാർ എത്ര കൂലിട്ട് കുത്തിയിട്ടും കാര്യമില്ല, ഞങ്ങളുടെ സതീശേട്ടൻ ഒന്നും മിണ്ടില്ല. ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എന്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പറഞ്ഞോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇതൊന്നും മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ച് പറയണതല്ല കേട്ടോ. എല്ലാം സതീശേട്ടന്റെ സഹനശക്തിയുടെ പ്രതിഫലനാണ്. അഹങ്കാരത്തിന് കൈകാലം വെച്ചതാണ്. എല്ലാവരെയും അകറ്റി വർത്തമാനം പറയുന്നതാണ് സതീശൻ. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. എന്നാലും വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു ചെന്നിത്തല സ്നേഹം, ഇതെങ്ങനെ നമ്മുടെ സതീശേട്ടൻ സഹിക്കുമല്ലേ? എനിക്ക് എല്ലാ സമുദായ സംഘടനകളുമായും അതിന്റെ നേതാക്കന്മാരുമായും നല്ല ബന്ധമാണുള്ളത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഓഹോ, അത്രക്കായോ? ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. NSSനെ നല്ലോണം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും തിരിച്ചു പുകഴ്ത്തായിരിക്കും. ഇന്ന് പിടിച്ചോ, സംഘപരിവാറിനെ അകറ്റി നിർത്താൻ NSS കാണിച്ച ആ നിലപാട് അഭിനന്ദനീയം തന്നെ. ചെക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാ ഹൈന്ദവ സംഘടനകളെയും സംഘപരിവാർ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച് നിന്ന നേതൃത്വമാണ് NSSനുള്ളത്. ഞാൻ അവരെ അന്നും അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ടും ഒരു മേന്നെ വരണില്ലല്ലോ സതീശേട്ടാ. വെള്ളാപ്പള്ളി ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതിനകത്ത് നിന്ന് എന്തുമാത്രം വേദന അനുഭവിക്കുന്നു എനിക്കറിയാം. ഈ പ്രതിപക്ഷ നേതാവിന്റെ ക്രൂരമായ സമീപനങ്ങളും അദ്ദേഹത്തെ കൊച്ചാക്കിക്കൊണ്ടുള്ള പറച്ചിലുകളെല്ലാം അയാളുടെ പ്രായം കൊണ്ടും പക്വത കൊണ്ടും വളരെ ക്ഷമിക്കുന്നു. അദ്ദേഹത്തിന് വിനയം കൊണ്ടത് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് വളരെ വേദനയും പ്രയാസമുണ്ട്. ഈ KPCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ടോ? എനിക്ക് KPCC പ്രസിഡന്റിന്റെ കാര്യം കൂടി എടുത്തിട്ട് അതോടെ പൂർണ്ണവും. KPCC പ്രസിഡന്റിന് KPCC പ്രസിഡന്റിന്റെ അതായിട്ടുള്ള വില കൊടുത്തില്ല, അത്രയല്ലേ ഞങ്ങളുടെ സതീശേട്ടൻ ചെയ്തുള്ളൂ. അതിനിങ്ങനെ ക്രൂരമായി വിമർശിക്കുന്നത് എന്തിനാന്നേ? ഇതിനുള്ള ഒരുപാട് KPCC പ്രസിഡന്റുമാരൊക്കെ ഉണ്ട്, പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇത്തരം തറപറ പറയുന്ന നിലവാരമില്ലാത്ത, പരോക്ഷമായിട്ട് ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ഞാൻ കണ്ടിട്ടില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാവും സതീശേട്ടാ? സുധാകരൻ ജിയെ പൊക്കി പറഞ്ഞ സ്ഥിതിക്ക് മൂപ്പരും കൂടി വന്നാലല്ലേ കോളം തികയൂ. രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയക്കാരനൊന്നുമല്ലല്ലോ. KSUവിൽ നിന്ന് വന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ആളിഞ്ഞാണ് അദ്ദേഹം. ഇപ്പൊ അങ്ങനെയായല്ലേ? അപ്പൊ എല്ലാരും കൂടെ സെറ്റുമസ് ആയി. ഞങ്ങളുടെ സതീശേട്ടൻ മാത്രം ഒറ്റയ്ക്ക്. പെട്ടെന്ന് കയറി വന്ന വെള്ളാപ്പള്ളി നടേശൻ കാരണം കോൺഗ്രസിൽ എത്ര ആൾക്കാരുടെ മനസമാധാനാണ് പോയത്. മൂപ്പരെ തള്ളാനും കൊള്ളാനും പറ്റാണ്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് നേതാക്കള്. പക്ഷെ ഒരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്തവരെ കൊണ്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തല്ലുണ്ടാക്കിച്ച വെള്ളാപ്പള്ളി സാറ് മാസല്ല മരണമാസാണ്.
പറയാൻ പോണത് ഒരു വെറൈറ്റി കസേര കളിനെ കുറിച്ചാണ്. അയ്യോ, രാഷ്ട്രീയ നേതാക്കളുടെ കസേര കളിയല്ലേട്ടാ, അങ്ങനെ സംശയിക്കല്ലേ. ഇത്തവണത്തെ കസേര കളി നടക്കുന്നത് അങ്ങ് കോഴിക്കോടത്തെ DMO ഓഫീസിലാണ്. കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആയി ഒരു DMO വരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന DMOന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ പുതിയ DMO വന്നപ്പോ പഴയ DMO കസേര വിട്ടുകൊടുത്തില്ല. ആരോഗ്യ വകുപ്പിന്റെ ഒരു യോഗം ഉണ്ടായിരുന്നുണ്ട്. ഡോക്ടർ ആശാദേവിക്ക് പറഞ്ഞ ഡേറ്റിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ഗ്യാപ്പ് നോക്കി ഡോക്ടർ രാജേന്ദ്രൻ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങി. ആഹാ, അത്രയ്ക്കായോ എന്ന് പറഞ്ഞ് ഡോക്ടർ ആശാദേവി ട്രൈബ്യൂണലിനെ സമീപിച്ച് സ്റ്റേ നീക്കി. തൽക്കാലം ചാർജ് ഒഴിയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് മാഡം. ഇനിയിപ്പോ എന്താണ് തീരുമാനം എന്ന് മാധ്യമപ്രവർത്തകര് മാറി മാറി ചോദിച്ചിട്ടും രണ്ടാളും ഒരു ഉത്തരവേ പറഞ്ഞുള്ളൂ. കോടതി ഉത്തരവ് തനിക്കാണ് അനുകൂലം. ഞാൻ കോടതി ഉത്തരവുകാരാണുള്ളത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കോടതി ഉത്തരവാണ് ഞാനുള്ളത്. അങ്ങനെ ഒരു ക്യാബിനിൽ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് മുഖാമുഖം നോക്കിയിരിക്കാണ് രണ്ട് ഡോക്ടർമാരും. പുറത്തു പോണം, ഞാൻ ഡ്യൂട്ടിയിലാണ്. ഇന്ററപ്റ്റ് ചെയ്യാൻ ഒരാളെ ഞാൻ സമ്മതിക്കാറില്ല. രോഗികളും ജീവനക്കാരും ഇവരെ കൊണ്ട് നല്ലോണം ബുദ്ധിമുട്ടി. അവസാനം സാഗർ കോട്ടപ്പുറത്തിനെ പോലെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ അങ്ങോട്ട് ഇടപെട്ടു. അതെ, രണ്ടാളും കസാരന്ന് മാറി നോട്ടാന്ന് പറഞ്ഞു. അതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. പക്ഷെ ഈ രോഗികളെ വലച്ചോണ്ട് മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കാൻ കാണിച്ച അവരുടെ ആ ഒരു തൊലിക്കട്ടി ഉണ്ടല്ലോ, അപാരം തന്നെ.